Hello children, hope you all are keeping fine. Today is Thursday, we have GK class. Before we begin, we can seek the blessings from the Almighty. Yes children, last classes we were studying about our helpers. അല്ലേ ഞങ്ങൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? We were studying about our helpers, the different people who help us in our day-to-day life. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? മിസ് ഒരിക്കലും കൂടി അതെല്ലാം ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, see children, these are the people who help us in our day-to-day life. അല്ലേ, മിസ് ഒന്നും കൂടി എല്ലാം ഒന്ന് വായിച്ചു തരാം. Listen carefully. See, doctor, sweeper, postman, teacher, farmer, tailor, cobbler, carpenter and washerman. ഇതിൻ്റെ അകത്ത് മിസ് എന്തൊക്കെയാണ് പഠിപ്പിച്ചു തന്നത്? വി സ്റ്റഡി ദ സ്പെല്ലിംഗ് ഓഫ് ഡോക്ടർ അല്ലേ? ഡോക്ടർ, ഹൂ എക്സാമിൻസ് പേഷ്യൻറ്റ്, ഡോക്ടർ എന്ന് മിസ് പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടോ? യെസ്, സ്പെല്ലിംഗ് ഓഫ് ഡോക്ടേഴ്സ് DOCTOR. ഓക്കെ, ഇനി നെക്സ്റ്റ് മിസ് എന്താ പറഞ്ഞു തന്നത്? വി സ്റ്റഡി ദ സ്പെല്ലിംഗ് ഓഫ് ടൈലർ. ഹൂ സ്റ്റിച്ചസ് ക്ലോത്ത്സ്? ടൈലർ. What is the spelling of tailor? TAILOR. പിന്നെ പോസ്റ്റ്മാൻ്റെ സ്പെല്ലിംഗ് മിസ് പറഞ്ഞു തന്നല്ലേ? ഹൂ ബ്രിങ്സ് us letters? പോസ്റ്റ്മാൻ. ഹൂ ബ്രിങ്സ് us letters? പോസ്റ്റ്മാൻ. POSTMAN. പോസ്റ്റ്മാൻ. മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എന്താ? We are going to study about carpenter. ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് കാർപ്പൻ്റിനെ കുറിച്ചാണ് കേട്ടോ. കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ ആരാ? കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ ആശാരി. കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ ആശാരി. കാർപ്പൻ്റർ മേക്സ് യൂസ്ഫുൾ തിങ്സ് ഫ്രം വുഡ്. മരത്തിനെ കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കും. മേശ, കസേര, ഡോസ്, വിൻഡോസ്, ഇതൊക്കെ കാർപ്പൻ്റർ മരം കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ വീടെടുക്കുമ്പോൾ ഒക്കെ നിങ്ങളെ വീട്ടിൽ തന്നെ ആശാരീനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാർപ്പൻ്റർ മേക്സ് യൂസ്ഫുൾ തിങ്സ് ഫ്രം വുഡ്. മരത്തിനെ കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കും. ഹൂ മേക്സ് ഫർണിച്ചർ? മരത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് ആരാ? കാർപ്പൻ്റർ. ഓക്കെ ചിൽഡ്രൻ, ഹൂ മേക്സ് ഫർണിച്ചർ എന്ന് മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ എന്താ പറയുമോ? കാർപ്പൻ്റർ. ഹൂ മേക്സ് ഫർണിച്ചർ? കാർപ്പൻ്റർ. അണ്ടർസ്റ്റുഡ്? മരത്തിനെ കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കി തരും അല്ലേ ഞങ്ങൾക്ക്? ഹൂ മേക്സ് ഫർണിച്ചർ? കാർപ്പൻ്റർ. അണ്ടർസ്റ്റുഡ്? ഹൂ മേക്സ് ഫർണിച്ചർ? കാർപ്പൻ്റർ. ഇനി ഞങ്ങൾക്ക് കാർപ്പൻ്ററിൻ്റെ സ്പെല്ലിങ് ബോർഡിൽ മിസ് എഴുതി കാണിച്ചു തരും. സ്പെല്ലിങ്സ് പഠിക്കാം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ഓൾ ടേക്ക് ഔട്ട് യുവർ GK notebook. Write today's date. Yes, listen carefully. മിസ് എഴുതാൻ പോകുന്നതാണ് കേട്ടോ. See, CARPENTER. കാർപ്പൻ്റർ. വലിയ സ്പെല്ലിംഗ് ആണ്, പക്ഷേ യോൾ ക്യാൻ വേഗം പഠിക്കാൻ കഴിയും കേട്ടോ. ഇതിൻ്റെ അകത്ത് രണ്ട് വേർഡ് ഉണ്ട്. CAR. കാർ. CAR കാർ. കാറിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പെന്നിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്. PEN. CAR കാർ. PEN പെൻ. കാർ, പെൻ, അതിൻ്റെ കൂടെ TER എഴുതിയാൽ കാർപ്പൻ്ററിൻ്റെ സ്പെല്ലിംഗ് പഠിക്കാം. അണ്ടർസ്റ്റുഡ്? ഇതിൻ്റെ അകത്ത് കാറിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ. CAR കാർ. PEN പെൻ. പെന്നിൻ്റെ സ്പെല്ലിംഗ് യു ആൾ ഹാവ് ലേൺഡ് ഓൾറെഡി അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ?
ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇറ്റ്സ് ഈസി അല്ലേ? മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. CAR കാർ, PEN പെൻ, അതിൻ്റെ കൂടെ എന്തെഴുതണം? TER എഴുതിയാൽ കാർപ്പൻ്ററിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചു. ഈസി അല്ലേ? ഓക്കെ, വൺസ് അഗെയിൻ CARPEN, അതിൻ്റെ കൂടെ TER എഴുതിയാൽ carpenter. Understood? CAR car, PEN pen, carpenter, TER carpenter. Understood children? Once again miss പറഞ്ഞു തരാം. Listen. CARPEN TER. ഇതിൻ്റെ അകത്ത് രണ്ട് വേർഡ് ഉണ്ട് അല്ലേ? കാറിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്, പെന്നിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്. കാർ പെൻ കാർപെൻറ്റർ. വൺസ് അഗെയിൻ CAR, പിന്നെ പെന്നിൻ്റെ സ്പെല്ലിംഗ് എഴുതുക PEN TER കാർപെൻറ്റർ. അണ്ടർസ്റ്റുഡ്? CARPEN TER. ഇനി ഞങ്ങൾക്ക് എഴുതാം. താഴെ വലിയ സ്പെല്ലിംഗ് ആണ് അല്ലേ? എന്നാലും ഈസി അല്ലേ പഠിക്കാൻ? മിസ് പറഞ്ഞു തന്നില്ലേ? കാറിൻ്റെ സ്പെല്ലിംഗ് എഴുതാം, പിന്നെ പെന്നിൻ്റെ സ്പെല്ലിംഗ് എഴുതാം, അതിൻ്റെ കൂടെ TER. പഠിച്ചില്ലേ എല്ലാവരും ഇപ്പം തന്നെ? വെരി ഗുഡ്. CARPEN TER കാർപെൻറ്റർ. ഓക്കെ ചിൽഡ്രൻ? നൗ താഴെ നല്ല നീറ്റിൽ എഴുതണം കേട്ടോ. Once again I'll show. Look at the board. CAR car. ഇനി പെന്നിൻ്റെ സ്പെല്ലിംഗ് എഴുതുക കേട്ടോ. PEN കാർപെൻ. പിന്നെ എന്താ എഴുതണം? TER carpenter. Miss question, who makes furniture ചോദിച്ചാൽ you all have to answer carpenter. Understood? Who makes furniture? Carpenter. CARPEN TER. Okay? Now see children, conversation last class miss എന്താ പഠിപ്പിച്ചത്? We studied about the days of the week. Miss the days of the week നെ കുറിച്ചാണല്ലേ പറഞ്ഞു തന്നത്. How many days are there in a week? There are 7 days in a week. Which are they? ഏതൊക്കെയാ മിസ് പറഞ്ഞു തന്നില്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. There are 7 days in a week. ഇന്നെന്താ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്? Listen carefully. See, which is the first day of the week? Second question ആണ് കേട്ടോ. Which is the first day of the week? മിസ് ഏതാ പറഞ്ഞത്? ഫസ്റ്റ് ഡേ ഏതാ? ഫസ്റ്റ് ഡേ സൺഡേ is the first day of the week. Which is the first day of the week? Sunday is the first day of the week. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ സൺഡേന്ന്? അപ്പോൾ സൺഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. മിസ് ഒന്നും കൂടിയും പറഞ്ഞുതരാം. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്? സൺഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. മിസ് പറഞ്ഞു തന്നിട്ടില്ലേ ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എ വീക്ക്? അപ്പോൾ നിങ്ങൾ ആദ്യം ഏതാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് സൺഡേ. അപ്പോൾ സൺഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. Which is the first day of the week? Sunday is the first day of the week. ഇനി ഞങ്ങൾക്ക് സ്റ്റോറി പഠിക്കാം. Okay children? Ready? Listen carefully. Thirsty crow. Once upon a time there was a crow. He was very thirsty. He flew here and there in search of water. At last he saw a pot, but there was very little water in the pot.
he thought of a plan. He collected some stones and put them into the pot one by one. The water came up. The crow drank the water and flew away happily. Once again, listen. Thirsty crow. Once upon a time, there was a crow. He was very thirsty. He flew here and there in search of water. At last, he saw a pot, but there was very little water in the pot. He thought of a plan. He collected some stones and put them into the pot one by one. The water came up. The crow drank the water and flew away happily. Okay, children? So, we studied the spelling of carpenter. Who makes furniture? Carpenter. Carpenter spelling എല്ലാവരും നെക്സ്റ്റ് ക്ലാസ് പഠിച്ചു വെക്കണം കേട്ടോ. ഈസി അല്ലേ? മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. CAR കാറിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്, പെന്നിൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്, അതിൻ്റെ കൂടെ TER എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ ഹൂ മേക്സ് ഫർണിച്ചർ? കാർപ്പൻ്റർ. കോൺവെർസേഷൻ വി സ്റ്റഡി എന്താ പഠിപ്പിച്ചെന്ന് മിസ്? വിച്ച് ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ഏതാ? സൺഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. പിന്നെ സ്റ്റോറി എല്ലാവരും നന്നായി പഠിക്കുക. Okay children, see you all next class. Bye.